അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു എന്താണ് അച്ചു വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? പിന്നെ ഒരു എന്താ പറയുക പ്രത്യേക ക്ലൈമറ്റ് ഒക്കെ ഭയങ്കര മഴയാണ്, പുറത്ത് നല്ല മഴയാണ്, നമ്മുടെ പുറകിൽ മഴയാണ്. അപ്പോൾ കയ്യിലൊരു സാധനം ഉണ്ടെങ്കിൽ പൊക്കിക്കേ, കണ്ടോ? ഇന്നലെ നൈറ്റ് പോയി പിടിച്ചോണ്ട് വന്നതാണ്. അപ്പൊ ഇതിനെ വെച്ചൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാന്ന് ഓർത്തോണ്ടാ. നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരെ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ന് നമുക്ക് തകർത്തേക്കാം. രാത്രി ഇപ്പൊ സമയം 7 മണി ആയേ ഉള്ളൂ, പക്ഷെ നല്ല ഇരുട്ടാണ്. അപ്പൊ നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കണം മേളിൽ പോയി അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇതിനെ ക്ലീൻ ചെയ്ത് ഇതിനെ എന്താ ചെയ്യണേ? ഗ്രില്ല് ചെയ്യാന്ന് നമ്മൾ ആദ്യം ഓർത്തു. പക്ഷെ ഭയങ്കര പുറത്ത് നല്ല മഴയായി, അപ്പൊ ഗ്രില്ല് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇന്ന് പോയി ഒരു ഗ്യാസ് കുറ്റി സിലിണ്ടറൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ ആ ഗ്യാസ് കുറ്റിയുടെ കാര്യങ്ങളും പറഞ്ഞുതരാം കേട്ടോ. കാരണം നമുക്ക് ട്രാവൽ ചെയ്തുകൊണ്ട് നടക്കണവർക്ക് ഉപയോഗമുള്ളൊരു ഗ്യാസ് കുറ്റിയാണ്, 2 കിലോയുടെ. അപ്പോൾ ആ അത്തയിലാണ്, അതൊന്ന് വർക്കാവുമെന്ന് നോക്കാം. അത്തയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ചെമ്പല്ലിനെ ഇനി ക്ലീൻ ചെയ്ത് ബട്ടർഫ്ലൈ പോലെ കട്ട് ചെയ്യാൻ പറ്റിയ ബട്ടർഫ്ലൈ ഫ്രൈ, എന്താ അതിൻ്റെ പേര്? ചെമ്പല്ലി ഫ്രൈ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഇത് എന്താ പറയണേ, നടുവിലൂടെ കട്ട് ചെയ്തിട്ടുള്ള പരിപാടി നോക്കുന്നത്. പക്ഷേ ഓക്കെ, എന്തെങ്കിലും നമുക്ക് പരിപാടി നടക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ ആൻഡ് ഫിഷിംഗ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പോലെ അപ്പോൾ ആരാ മീൻ ക്ലീൻ ചെയ്യണേ? ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മൾ മീനെല്ലാം വെട്ടി റെഡി ആക്കിയിട്ടുണ്ട്. കണ്ടോ? ഇത് വെച്ചു പൂമ്പാറ്റ പോലെ വന്നുണ്ടോ? ശരിയാ. എങ്ങനെ? അല്ല, നടുക്കുന്ന കട്ട് ചെയ്തോ? ഇതാണ് പൂമ്പാറ്റ. അമ്മ വന്നേ, നടുക്കൊന്ന് കാണിച്ച്. അങ്ങനെയില്ല അല്ലേ? ഞാൻ സെന്ററിൽ നിന്ന് വന്നേമ്മാ, വന്നേ, വന്നേ, ഇങ്ങോട്ട് വന്നേ, വന്നേ. ഇത് പൂമ്പാറ്റയല്ലേ? പൂമ്പാറ്റ പോലെ വന്നുണ്ടോ? അത് നടുക്കന്ന് കീറിയോ? ഇപ്പൊ പൂമ്പാറ്റ പോലെ വന്നുണ്ടോ? ശരിയാ. നമ്മളിത് ബട്ടർഫ്ലൈ കട്ടിങ് എന്ന് പറഞ്ഞ രീതിയിലാണ്. പക്ഷെ ഏകദേശം ബട്ടർഫ്ലൈ പോലെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇത് തുമ്പിയുടെ ഷേപ്പായി പോയി. ഇങ്ങനെയാവുമ്പോ നമുക്ക് മസാലയൊക്കെ പുരട്ടി വെക്കുമ്പോ പെട്ടെന്ന് അതിലേക്ക് അമ്മയ്ക്ക് ഉറക്കം വരുന്നില്ലേ? അപ്പൊ ഇത് വരയുണ്ട് ഇനി ഇത് വരഞ്ഞ് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല കയറ്റി പിടിപ്പിച്ചിട്ട് നമുക്കൊരു പിടിക്കാം. ഓക്കെ, ഇത് നമുക്ക് മസാല റെഡിയാക്കാം. അച്ചൂടെ ഇരുന്ന് മസാല എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കും. മീനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വരഞ്ഞ് ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല പിടിക്കാൻ പാകത്തിന് സെറ്റ് ചെയ്യണം. നമുക്ക് നേരെ വരയാം. പോരെ. അപ്പോൾ നേരെ ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് വേണ്ട. ഇതിങ്ങനെ വരഞ്ഞാലാണ് ഇതിൻ്റെ അകത്തേക്ക് മസാല മൊത്തം ഇറങ്ങി അങ്ങ് പിടിക്കുള്ളൂ. മറ്റേ കത്തി വേണം. ചേട്ടാ മോർച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അല്ല, ആ മറ്റേ ഒരു കത്തി ആയിരുന്നെങ്കിൽ ഏതാ ആ കത്തി എടുത്താലോ? ഈ ഒരു സൈഡ് ഫുൾ വരഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സൈഡ്. ഇത് ബട്ടർഫ്ലൈ പോലെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തുമ്പിയുടെ ഷേപ്പായി പോയി. കസേരയിലിട്ട് ഇരിക്കുന്നുണ്ടോ ചേട്ടാ? കത്തി നല്ല കത്തിയാണ്. മറ്റേ കത്തിയുണ്ട്, ഇത് ഭയങ്കര പാടല്ലേ. വേറൊരു കത്തി ഉണ്ടല്ലോ. അച്ഛൻ നോയമ്പല്ലേ? അച്ഛൻ ഇറച്ചിക്ക് നോയമ്പോ, മീനിന് നോയമ്പില്ല. നല്ല നോയമ്പാ. ഭയങ്കര മഴയാട്ടി. മീനിന്റെ കണ്ണ് വേണം വറുത്ത് കഴിയുമ്പോ. അപ്പുറം പറയാ കുക്കു, നിനക്ക് മീൻ വേണോ? ചെമ്പല്ലി ഫ്രൈ വേണോ? ചെമ്പല്ലി ഫ്രൈ വേണ്ട എന്നാണ് കുക്കു പറയുന്നത്. ഇല്ലടാ, ഇവിടെ വാ, ഇങ്ങോട്ട് വന്നേ. അതെന്നാ
ബാ എന്നാ കുക്കു പേടിച്ചു പോയി ക്യാമറയൊക്കെ കണ്ടപ്പോ. വരഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഗ്യാപ്പുകളിലേക്കൊക്കെ മസാല ഇറങ്ങി തന്നാലാണ് ആ ഇറച്ചിക്കകത്തേക്ക് പിടിക്കുള്ളൂ. അപ്പൊ ഇനി മസാല റെഡിയാക്കാനായിട്ട് ഇവിടെ അച്ഛൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മേളിലേക്ക് പോവാം. അപ്പൊ ഇനി ഇതെല്ലാം ആയിട്ട് മേളിലേക്ക് വേണം. മേളിൽ പോയിരുന്നു ഉണ്ടാക്കണത്. മേളത്തെ ഇവിടെ അടുക്കളയെ പൊളാക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇറക്കി വിട്ടു. അപ്പൊ ഇനി നേരെ മസാല ഉണ്ടാക്കി വെക്കണം. മസാല കുഴച്ച് ഇതിൻ്റെ അതേ പിടിപ്പിച്ച് മസാല സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗവിന്റെ പരിപാടി നോക്കാം. ഓക്കെ, മേളിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ചെമ്പല്ലി ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. സൗണ്ട് ക്ലിയർ ആവുമെന്ന് അറിയില്ല, ഭയങ്കര മഴയാണ് പുറത്ത്. അപ്പൊ അതിന് വേണ്ട വിഭവങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മുടെ ചെമ്പല്ലി മീൻ ബട്ടർഫ്ലൈ ഷേപ്പിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സാദാ മുളക് പൊടിയാണ്. ഇത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കരിവേപ്പില. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ പുളി ജസ്റ്റ് ഇടിച്ച് ചതച്ച് വെച്ചത്. എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇച്ചിരി ഇട്ട് കഴിഞ്ഞാൽ നല്ല മുരിഞ്ഞ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, പിന്നെ ഒരു നാരങ്ങ. പിന്നെ ഈ ചെമ്പല്ലി ഫ്രൈക്ക് നമ്മൾ ഉണ്ടാക്കുന്നതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ടറിലാണ് ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കും, പക്ഷേ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആണെന്നാണ് പറയുന്നത്. നമ്മൾ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട്. നമുക്ക് നോക്കാം. ഈ ബെഞ്ചൊക്കെ എവിടെ നിന്ന് കിട്ടി? സ്കൂളിൽ പോയി ഇരിക്കുമ്പോൾ ഉള്ള ബെഞ്ചല്ലേ? അതെല്ലാവരും ഓർക്കണ്ടാവില്ലേ ഈ ബെഞ്ച് എവിടെ നിന്നാണ്? ഒരു കുഞ്ഞു ബെഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബെഞ്ചുണ്ടല്ലോ, സത്യത്തില് പെയിന്റ് ഒക്കെ അടിച്ച് ഞങ്ങൾ ഒരു കളർഫുൾ ആക്കാൻ വേണ്ടി പ്ലേറ്റ് പൊട്ടിച്ചാണ് ആവേശം മൊത്തം. തറവാട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന കുഞ്ഞു ബെഞ്ച്. പക്ഷെ നല്ല രസമല്ലേ കാണാൻ? ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഇങ്ങനെ വെക്കാം. അപ്പൊ ഞാനിത് ഒന്ന് മിക്സ് ചെയ്യാം. ആവേശമൊക്കെ ഉണ്ടോ? തന്നെ പോയി മീനും പിടിച്ചോണ്ടൊന്ന് തന്നെ ക്ലീൻ ചെയ്ത് ഉണ്ടാക്കി കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് കയ്യേറിയേക്കണുണ്ട് എന്നോട് മാറി നിൽക്കാൻ. എന്ത് ദുഷ്ടനാടോ താൻ. ആദ്യം എന്താ നമ്മൾ എടുക്കണ്ടേ? കുക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളാട്ടോ ചോദിക്കുന്നത്, എന്നോടാ ചോദിക്കുന്നത്. കണ്ടോ ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ ആരാ? ആദ്യം നമുക്ക് കുറച്ച് കാശ്മീരി പൗഡർ. ഇത് കാശ്മീരിയാണേ. അതൊരു 2 ടീസ്പൂൺ ഇട്ട് വെക്കാം. കൂടെ ഇടാം. നല്ല മസാല ഉണ്ടെങ്കിലാണ് കുറച്ച്. ഒരാള് വയ്യ വന്ന് നോക്കിക്കണുണ്ടോ? അമ്മ വന്ന് ഒളിഞ്ഞു നോക്കണുണ്ടോ? പിന്നെ മീനായില്ല. പോരെ, ഇവിടെ വന്നിരിക്കും. സാദാ മുളക് പൊടി. ഇന്ന് അമ്മ കാണിയായിട്ട് നോക്കിയിരിക്കും. ഇന്ന് അച്ചുവാണ് കുക്ക് ചെയ്യണത് കേട്ടോ. അപ്പൊ അതിപ്പോ നമ്മള് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു, സാദാ മുളക് പൊടി ഇട്ടു, ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി. അമ്മ ഇന്ന് കറക്റ്റ് ആണോന്ന് അറിയാൻ വേണ്ടിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെയ്യുന്നത് ശരിയാണ്. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി കുറച്ചായിട്ട് ഇടുന്നത്. പിന്നെ ഉപ്പ്. ഞാൻ ഉപ്പിടുന്നതിൽ ഇച്ചിരി മുമ്പെയാണ്. ഇത്ര മതിയില്ലേ? ഇത് ഫുള്ളിട്ടാലോ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം, ടേസ്റ്റ് വരട്ടെ. പിന്നെ ഒരു സ്പെഷ്യൽ സാധനം ഇടുന്നുണ്ട്. എൻ്റെ ഒരു തൃശ്ശൂർകാരി ഒരു ഫ്രണ്ട് പറഞ്ഞാണ് നമ്മൾ ഈ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ പുളി ഇച്ചിരി ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. പുളി ഇച്ചിരി കുറച്ച് ഇടുന്നുള്ളൂ. പിന്നെ കുറച്ച് കളർ വരാൻ വേണ്ടി ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക. ഇനി ലാസ്റ്റ് നമ്മൾ ഒഴിക്കുന്ന വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നമ്മൾ മാരിനേറ്റ് ചെയ്തത് സെറ്റാക്കാൻ വേണ്ടി മാത്രം. കുക്ക് ചെയ്യുന്നത് ബട്ടർ കൊണ്ടാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും, ആവശ്യത്തിന് മതി. ഈ സ്പൂണിട്ട് ഇളക്കി ഇത് സെറ്റാക്കേണ്ടവർക്ക് ആക്കാം. നമ്മൾ കൈ ഉപയോഗിച്ച് എന്നാലാണ് എല്ലായിടത്തോട്ടും ആവാൻ പറ്റുള്ളൂ. ഇതുവല്ലോ. അപ്പൊ അച്ചു ഇതെല്ലാം മസാല എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്നാക്കി ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. ഈ വീട്ടിൽ കാണാവുന്ന എല്ലാ സാധനവും വലിച്ചു കഴിക്കാനുണ്ട്. വെറൈറ്റി ആണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അമ്മ ഇവിടെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് മരുമോളുടെ കുക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നേരത്തെ നോക്കിക്കൊണ്ടിരിക്കുക.
അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യണമെന്ന് വെച്ചാൽ ബട്ടർ വെച്ചാണ് കൂടുതൽ നമ്മൾ ഒരു മെയിൻ സാധനം ബട്ടർ വെച്ചാണ് നമ്മൾ ഇതിനകത്ത് വറക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് നേരെ ഈ മീനിലേക്ക് ഇത് മസാല അങ്ങ് പിടിപ്പിച്ചങ്ങ് നല്ല സുന്ദര കൂട്ടനാക്കിയേക്കാം. ഓക്കെ, പിന്നെ ഞങ്ങൾ നേരെ മസാല തൂത്ത് കണ്ടത് ലിപ്സ്റ്റിക്ക് പോലെ ഇരിക്കുന്നുണ്ട്, വേണോ? അതെ, ലിപ്സ്റ്റിക്കൊക്കെ തൂത്ത് പോലെ ഇങ്ങനെ തൂത്ത് അവനെ സോപ്പിട്ട് തേച്ച് കുളിപ്പിക്കില്ലേ, അതുപോലെ അങ്ങ് പിടിപ്പിക്കണം. അപ്പം അതിൻ്റെ ഇടയ്ക്കോടെയൊക്കെ അങ്ങോട്ട് മസാല അങ്ങ് പിടിക്കണം. അപ്പം എന്നാലും നല്ല ടേസ്റ്റ് അങ്ങ് ആവുള്ളൂ. ഈ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിരിക്കുന്നത് പെട്ടെന്ന് അതിലേക്ക് പിടിക്കാൻ വേണ്ടി. ആര്? എത്ര നേരം ഇരിക്കണം? ഒരു 15 മിനിറ്റ്. 15 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മീനങ്ങ് ചീഞ്ഞ് പോകുന്നതിന് മുമ്പൊക്കെ ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കുന്ന ആളൊക്കെ അരമണിക്കൂർ നോക്കിയിരിക്കും. ഇന്ന് നല്ല മഴയാണ് പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയ്ക്കാണ് ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുറത്തിട്ട് കുക്ക് ചെയ്യാൻ ഓർത്തോണ്ടിരുന്നതാണ്, എല്ലാം ഫ്ലോപ്പായി. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങ് കയറ്റി വെക്കണം കേട്ടോ മസാല. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ പുറകിൽ ഈ വരഞ്ഞേക്കണേൻ്റെ ഇടയ്ക്കോടൊക്കെ വേണം മസാല തീർന്നല്ലോ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങ് പിടിപ്പിച്ചാലാണ് ആ ഇറച്ചിക്ക് അകത്തേക്ക് മീനങ്ങ് ടേസ്റ്റ് ആകുള്ളൂ. നമ്മൾ അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ മസാല എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവനെ നമുക്കൊരു കുറച്ച് റെസ്റ്റിൽ വെക്കണം. ഇത്ര നേരം മസാലയൊക്കെ ഇട്ട് പിടിച്ച് ക്ഷീണം ഉണ്ടാവും. അപ്പോൾ കുറച്ച് റെസ്റ്റ് ഇരിക്കട്ടെ. അച്ചു ക്ഷീണമായോ? എന്നാ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ ആ കൂട്ടലും കുറയ്ക്കൽ അങ്ങ് സെറ്റായിട്ടില്ല. നമുക്കത് എങ്ങനെയാണെന്ന് പിന്നെ നോക്കാം. ഇപ്പോൾ നമുക്ക് നേരെ പരിപാടിയിലേക്ക് പോകാം. തവ എടുത്തങ്ങ് വെക്കുക. നമ്മൾ ഇതിനകത്തേക്ക് ബട്ടർ ആദ്യം ഇടുവാണ്. ഇത് മേത്ത് ചാടരുത് കേട്ടോ, നോക്കി നിൽക്കണം കേട്ടോ. അത് കറക്റ്റ് നേരെ വയ്ക്കും. അതായത് നമ്മളിത് ബട്ടറെല്ലാം ചൂടായിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ മീനിനെ അങ്ങോട്ട് വെക്കുകയാണ്. അപ്പോൾ നമുക്കിതായിട്ട് നോക്കാം. പണി പാളി ഗൈസ്. നമ്മുടെ ബട്ടർഫ്ലൈ ചിക്കൻ മേളിൽ നിന്ന് പറന്ന് താഴെ എത്തി. അതായത് അവിടെ ഭയങ്കര മഴയായി. മഴയും കാറ്റ് വന്നുകൊണ്ട് നേരെ നമുക്ക് ആ ഗ്യാസിൽ നമുക്ക് പറ്റത്തില്ല. കാരണം അത് തീ കിടന്ന് ഭയങ്കര എന്നാ പറഞ്ഞാൽ ആടി കളിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് എടുത്ത് നേരെ വീണ്ടും അടുക്കളയിലേക്ക് എത്തി. അപ്പോൾ അടുക്കളയിൽ ഇതേ കിടന്ന് മൊരിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടെ തന്നെ ഇരുന്നുള്ള വീഡിയോ ബാക്കി ചെയ്യാം. ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് ബട്ടറൊക്കെ തൂന്നുകൊണ്ടേയിരിക്കുക. ഒരുപാട് തീ കത്തിക്കരുത്, നമുക്ക് കഴിഞ്ഞു പോകും. ചെറുതായിട്ട് ഇങ്ങനെ ആക്കി നല്ല മൊരിഞ്ഞ് നല്ല സെറ്റാവുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ തീരെ കുറച്ചായിട്ട് ഇട്ടാക്കണം, അല്ലെങ്കിൽ അത് മൊത്തം കരിഞ്ഞു പോകും. നമ്മൾ ഒരു സൈഡ് മറിച്ചിട്ടുണ്ട് കേട്ടോ. മസാല മാത്രം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി. അത് നമ്മൾ ഇച്ചിരി ജ്യൂസി ആയിട്ട് എടുക്കണത്, ഒരുപാട് ഡ്രൈ ആക്കണില്ല. നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെമ്പല്ലി ഫ്രൈ, ചെമ്പല്ലി ബട്ടർഫ്ലൈ ബട്ടർ ഇട്ടുള്ള ഫ്രൈ. നമുക്ക് നേരെ ഇതിൻ്റെ ആ എണ്ണ നമുക്ക് ആദ്യം അങ്ങ് കിട്ടൂലേ,
ബട്ടർ അങ്ങ് ഊറ്റിയെടുത്തിട്ട് അങ്ങ് മറിച്ചിടുക. മറിക്കണമെങ്കിൽ ഇതിൻ്റെ അപ്പുറം സൈഡ് നമുക്ക് കിട്ടണം. മേളിൽ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഇതിങ്ങനെ സൈഡിലേക്ക് അങ്ങിട്ട് നമുക്കിനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. സബോള ഒരു സലാഡാണ് കേട്ടോ ഇത്. ചുറ്റിന് സവോള വെച്ചിട്ട് സവോളയും നാരങ്ങനീര് ഒഴിച്ചിട്ടാട്ടോ. സവോളയ്ക്ക് പിന്നെ പച്ചമുളകും ഉണ്ട്. പിന്നെ അതിൻ്റെ നടുക്കേക്ക് 2 നാരങ്ങയും കൂടെ വെച്ച് ഇവിടെ കുറച്ച് അപ്പോൾ നമ്മുടെ ചെമ്പല്ലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ബട്ടർ കൊണ്ട് ബട്ടർഫ്ലൈ പോലെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ചെമ്പല്ലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതേ അമ്മയുണ്ട് അച്ഛനുണ്ട്, നമുക്ക് നേരെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പൊളിച്ച് നോക്കിക്കേ. കുറെ നേരം വിശക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. എങ്ങനെയുണ്ട്? നല്ലതാണോ? സൂപ്പർ സൂപ്പർ. എരിവ് ഉണ്ട്. ആ ബട്ടറിന്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇനി ഇത് നേരെ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇത് തിന്ന് തീർത്തിട്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ, അതായത് ബട്ടർഫ്ലൈ ബട്ടർ ചിക്കൻ വീഡിയോയുടെ അവസാന ഘട്ടത്തിൽ ആ മീൻ ഏതോ കാലത്ത് എന്തോ പാപം ചെയ്തതാ കേട്ടോ. എല്ലാരും ഇരുന്ന് തിന്നണോ?